നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത 2025 ജനുവരി 20 അന്നു മുതൽ അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും ലോക ക്രമത്തെ ആകമാനം മാറ്റിമറിക്കുന്ന പല നിർണായകമായിട്ടുള്ള നടപടികളിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരുമായി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന നടപടികൾ വലിയ രീതിയിലുള്ള വാദ പ്രതിവാദങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ ചങ്ങലകൾ അണിയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്ത ആ ഒരു സാഹചര്യം ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ട്രംപ് ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു കടുത്ത ഒരു നടപടി സ്വീകരിക്കുന്നത്? ഈ വിഷയങ്ങൾക്ക് ഇന്ന് വളച്ചു കെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ജോസഫ് മേലുക്കാരനാണ്. അദ്ദേഹം അമേരിക്കൻ മലയാളിയാണ്. ഒപ്പം തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ പൊളിറ്റിക്സിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് ഈ പ്രോഗ്രാമിനൊപ്പം ചേരുന്നത്. ശ്രീ ജോസഫ് മേലുക്കാരൻ, അങ്ങ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. Glad to be here. ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടുകൾ, പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റവുമായി ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടുകൾ അതൊരു പുത്തരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ കാലയളവിൽ എന്താണോ അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത്ര ഒരു കടുത്ത ഒരു നടപടികളിലേക്ക്, പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു നടപടികൾ സ്വീകരിക്കുവാൻ ട്രംപ് നിർബന്ധിതനായി? ട്രംപിന്റെ ക്യാമ്പയിനിലെ ഒന്നാമത്തെ ഇഷ്യൂ അനധികൃത കുടിയേറ്റമാണ്. ഏതാണ്ട് 14 മില്യൺ ടു 16 മില്യൺ വരെ ആളുകൾ കഴിഞ്ഞ ഒരു 4 കൊല്ലത്തിലേക്ക് അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാമ്പയിനിലെ ഒരു വാഗ്ദാനമായിരുന്നു, എത്രയും വേഗം ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ദശവർഷങ്ങളായിട്ട് ഇത് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 3,50,000 പേരെ ഏതാണ്ട് ഓരോ കൊല്ലവും കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒബാമ തന്നെ 3.2 മില്യൺ ഡിപ്പോർട്ടേഷൻസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഒത്തിരി പേര് ഇന്ത്യക്കാരായിരുന്നു. അപ്പോൾ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു പുത്തിരിയല്ല. പിന്നെ ഈ ക്യാമ്പയിനിൽ കൊടുത്തിരുന്ന ഒരു പ്രോമിസ്, എത്രയും വേഗം ഈ ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ കിട്ടിയിട്ടുള്ള ആളുകളെ എത്രയും വേഗം ഡീറ്റൻഷനിൽ നിന്ന് അതാത് രാജ്യങ്ങളിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ്. അത് പലപ്പോഴും മുൻകാലങ്ങളിൽ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ വന്നു കഴിഞ്ഞാൽ 90 ഡേയ്സിലേക്ക് അതിനുള്ളിലാണ്. അതാണ് റിമൂവൽ പീരീഡ്. മിക്കവാറും അത് നടക്കാറില്ല, അവരെ റിമൂവ് ചെയ്യാറില്ല. അവരെ ഡീറ്റൻഷനിൽ നിന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർ മുങ്ങും. പിന്നെ പലർക്കും രണ്ടാമത്തെ റിമൂവൽ ഓർഡർ വരും. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ വരും, ഡീറ്റൻഷനിലായിരിക്കും. അത് കഴിഞ്ഞ് റിമൂവൽ ഓർഡർ കിട്ടും, റിമൂവൽ ചെയ്യാതെ അവരെ പബ്ലിക്കിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രോമിസ് നീ എത്രയും വേഗം ഇവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ മറ്റേ എയർപ്ലെയിനിൽ, കമേഴ്ഷ്യൽ എയർപ്ലെയിനിൽ വിടുവാനായിട്ട് ഒത്തിരി ലോജിസ്റ്റിക്സ് നോക്കേണ്ടതുണ്ട്. അവരുടെ അവൈലബിലിറ്റി, സേഫ്റ്റി, സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ആ ലോജിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് C-17 മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഡിപ്പോർട്ടേഷൻ തുടങ്ങിയത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അതല്ലാതെ എല്ലാം പഴയപടി തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് മുൻ പ്രസിഡന്റുമാരും ഡിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ അതൊന്നും വലിയ വിഷയമായിരുന്നില്ല. ബൈഡൻ ചെയ്തപ്പോഴോ ഒബാമ ചെയ്തപ്പോഴോ അതൊരു വിഷയമായിരുന്നില്ല. അതേസമയം ട്രംപ് ചെയ്തപ്പോൾ അതൊരു വിഷയമായി. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ മീഡിയ ട്രംപിന് ആൻറ്റി ട്രംപ് മീഡിയയുടെ ഒരു ഇതുണ്ട്. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിറ്ററൻസ് ആയിട്ട്
ഇതിനെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട്, ഈ തരത്തിൽ അനധികൃതമായി കുടിയേറുന്നത് നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് അതിനൊരു പബ്ലിക് സോഷ്യൽ മീഡിയയിലും ഒരു ഓപ്റ്റിക്സ്, ടി വിയിലൊക്കെ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ ഓപ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ അത് നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു ഡിറ്ററൻസ് ആയിട്ട് വരണമെന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ഈ വിവാദ വിഷയമായപ്പോൾ ഇവിടെ വരുന്ന അതിനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും എല്ലാം ജനങ്ങൾ അറിയുമ്പോൾ അതൊരു നിരുത്സാഹപ്പെടുത്തൽ ട്രംപിൻ്റെ ഉദ്ദേശം അതോടുകൂടി നടന്നു വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോസഫ് മേലുക്കാരൻ, ഈ ട്രംപ് ഈ ഡിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളിൽ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. വളരെ പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ കാലുകളിൽ ചങ്ങല അല്ലെങ്കിൽ കരങ്ങളിൽ ചങ്ങല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണങ്ങൾ പല മാധ്യമങ്ങളും ഉയർത്തിവിടുന്നുണ്ട്. ഇത് അമേരിക്കയിൽ ആദ്യമായി സംഭവിക്കുന്നതാണോ, അതോ അമേരിക്കയിൽ കാലാകാലങ്ങളായി ഈ ഡിപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് തുടരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നോ ഇത്? കൈവിലങ്ങും കാലിൽ ചെയിനും ഷാക്കൽസുമായിട്ട് പോകുന്നത് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. അതിൻ്റെ ഒരു മനുഷ്യാവകാശമായിട്ടുള്ള വശവും ധാർമ്മികമായിട്ടുള്ള വശമൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു സഹതാപം തോന്നാവുന്ന, വളരെ സ്വാഭാവികമായിട്ട് സഹതാപം തോന്നാവുന്ന ഒരു സംഗതിയാണ് കാണുമ്പോൾ. ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണോ മുമ്പുള്ള ഡെപ്പോർട്ടേഷൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ റിസർച്ചിൽ 2012 ഒബാമയുടെ സമയത്താണ് ഇപ്പോഴത്തെ ഈ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഒന്ന് റിന്യൂ ചെയ്തത്. അപ്പോൾ ആ പ്രോട്ടോക്കോൾ തന്നെയാണ് ഒബാമയും ബൈഡനും ട്രംപും ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാമത്തെ ടേമിലും ഫോളോ ചെയ്യുന്നത്. അതിന് പല ഈ മിക്കവാറും രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കം ഈ 2012 US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഈ പ്രോട്ടോക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൈവിലങ്ങിടുന്നതും സാധാരണ കൂച്ചുവിലങ്ങ് മറ്റേ ഈ ഷാക്കിൾസ് ഇടുന്നതും പലപ്പോഴും ക്രിമിനൽസാണ്. അനധികൃതമായി കുടിയേറുക എന്നുള്ളത് അത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അത് പിന്നെ ഫെലണി ആയിട്ടോ മിസ്ഡിമീനറായിട്ടോ താഴ്ത്താവുന്നതാണ്. പക്ഷെ അത് ജഡ്ജാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യ അതൊരു ക്രിമിനൽ ഫെലണിയാണ്. അപ്പോൾ ഒരു ക്രിമിനൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഡിപ്പോർട്ടീസിനെ ആ ഒരു പ്രോട്ടോക്കോൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു സംവിധാനമോ പുതിയൊരു നിയമമോ പുതിയൊരു പ്രോട്ടോക്കോളോ ഇതിലുണ്ടാക്കിയിട്ടില്ല. ആകെപ്പാട് ഒരു വ്യത്യാസമുള്ളത്, ഈ കഴിഞ്ഞ 12 കൊല്ലക്കാലം ഈ C-17 മറ്റേ മിലിറ്ററി പ്ലെയിനിലല്ല ആൾക്കാരെ ഡിപ്പോർട്ട് ചെയ്തിരുന്നത്. അതേസമയം ഇപ്പോൾ ഇത് ത്വരിതഗതിയിൽ എക്സ്പീഡിയൻസിക്ക് വേണ്ടിയിട്ട് വേഗം അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെ തിരിച്ച് അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക, എത്രയും വേഗം എത്തിക്കുക എന്നുള്ളത് മിലിറ്ററി ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രകാരം മിലിറ്ററി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ മിലിറ്ററി പ്ലെയിനിലാണ് അവരെ കൊണ്ടു ചെല്ലുന്നത്. അതേസമയം മിലിറ്ററി പ്ലെയിനിൽ ഡിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ലാഭമൊന്നുമില്ല. സത്യത്തിൽ കമേഴ്ഷ്യൽ എയർപ്ലെയിനിലാണ് വളരെ ചിലവ് കുറവ്. മിലിറ്ററി പ്ലെയിൻ ഒരു മണിക്കൂറിന് തന്നെ ഏതാണ്ട് $28,000 മറ്റോ ചിലവുണ്ട് മിലിറ്ററി പ്ലെയിൻ ഉപയോഗിക്കുന്നതിന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രോട്ടോക്കോളിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോളിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ പബ്ലിസിറ്റിയിൽ വ്യത്യാസം വന്നു. ഇത് തന്നെ കഴിഞ്ഞ വർഷം 1368 പേരെ ബൈഡൻ ഡിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലേക്ക്. മൊത്തം 3,50,000 പേരെ പല രാജ്യങ്ങളിലേക്കായിട്ട് ഡിപ്പോർട്ട് ചെയ്തിരുന്നു. അവരെ എല്ലാവരെയും ഇതുപോലെ ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൈഡൻ 1368 പേരെ ഡിപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് കമേഴ്ഷ്യൽ പ്ലെയിനിലായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ആരും ചോദിച്ചുമില്ല, ആരും അവരെയും വിലങ്ങ് വെച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. കമേഴ്ഷ്യൽ പ്ലെയിനിൽ കാലുമ ചെയിൻ ഇടില്ല എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അതല്ലാതെ മറ്റു വ്യത്യാസമൊന്നുമില്ല. എസ്കോർട്ടിങ് സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു, കൈവിലങ്ങുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം
ആണ് അത് എടുത്തിരുന്നത്. പിന്നെ ഡിപ്പോർട്ട് ചെയ്യുന്ന സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം പ്ലെയിനിൽ നിന്ന് ഡീപ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കൈവേലങ്ങ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൽ യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. 2012 മോഡിഫൈ ചെയ്ത ഈ പ്രോട്ടോക്കോൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആ പ്രോട്ടോക്കോൾ തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ജോസഫ് മേലുക്കാരൻ, ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് വരും. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അമേരിക്കയെ പോലെയുള്ള ഇത്രയും സമൃദ്ധമായിട്ട് വളരെയധികം സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്തേക്ക് ഇവർ എങ്ങനെയാണ് ഈ അനധികൃതമായി എത്തിച്ചേരുന്നത്? ആ റൂട്ട് എങ്ങനെയാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. 3-4 തലത്തിലാണ് ഈ ഇമിഗ്രേഷൻ അനധികൃതമായിട്ടുള്ള കുടിയേറ്റം വരുന്നത്. ഒന്ന്, ഇവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ക്യാച്ച് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ദ ഇല്ലീഗൽ ബോർഡർ ക്രോസിങ്. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൻ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ദേ റിലീസ് ദം. ക്യാച്ച് ആൻഡ് റിലീസിൽ ഒരുപാട് പേര്. അപ്പോൾ അതൊരു നോർമൽ പ്രൊസീജിയറായി എങ്ങനെയായാലും അമേരിക്കയൊക്കെ അകത്ത് വന്ന് പേര് കൊടുത്ത് അവരെ ഡീറ്റെയിൻ ചെയ്ത് അവരെ പിന്നെ വെറുതെ വിടുന്നു. അപ്പം അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു പതിവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ മറ്റ് സൗത്ത് അമേരിക്കയിൽ നിന്നും സെൻട്രൽ അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി ആൾക്കാർ ഒഴുക്ക് കൂടി. പ്രത്യേകിച്ച് ബൈഡൻ്റെ സമയത്ത് ഇതൊരു ഒരു വിധത്തിൽ പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു ധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയാണ് ഇപ്പോൾ 2023 തന്നെ 96,000 ഇന്ത്യക്കാർ സദേൺ ബോർഡർ കടന്ന് മെക്സിക്കോയിൽ കൂടെ ഇവിടെ വന്നു. അതേസമയം 2022 90,000 ഇന്ത്യൻസ് ക്രോസ്ഡ്. അതുകൂടാതെ കാനഡ വഴി വരുന്നവരുണ്ട്. കാനഡയിലെത്തിയിട്ട് അത് കഴിഞ്ഞ് ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ വേറൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വിസയിൽ, ഇപ്പോൾ ഇവിടെ പല കലാപരിപാടികൾക്ക് ഇപ്പോൾ 25 പേരോ 30 പേരോ ഒരു ടീമിലുണ്ടെങ്കിൽ അവർ പറയും ഇതിൻ്റെ സഹായികളായിട്ട് കുറേ 50 പേർക്ക് വിസ വേണം, 50 പേർക്ക് ഇൻവിറ്റേഷൻ വേണം. അപ്പോൾ 50 പേര് വേണം. അതിൽ കുറേ പേരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുങ്ങും. അതുപോലെ തന്നെ കോൺഫറൻസിന് വരുന്നവർ, അതിനും കുറേ പേര് മുങ്ങും. പിന്നെ വല്ല പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഏത് മതമായിക്കോട്ടെ, ഹിന്ദുസ് ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പല പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവരും കുറേ കഴിയുമ്പോൾ അവരും മുങ്ങും. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരും, അവരിലും കുറേ പേര് മുങ്ങും. അങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്യൂ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ സ്റ്റഡി അനുസരിച്ച് ഈ 2022 തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം ഇങ്ങനെ ഉള്ള അനധികൃത കുടിയേറ്റത്തിൽപ്പെട്ടിട്ട് അങ്ങനെ വന്നവരും അതുപോലെ തന്നെ വിസ ഓവർ സ്റ്റേ ചെയ്ത ആളുകളും കൂടിയിട്ട് അത്രയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 8-9 ലക്ഷം പേര് ഈ കാറ്റഗറിയിൽ അനധികൃതമായിട്ട് അമേരിക്കയിൽ ഇവിടെ താമസിക്കുന്നുണ്ട്. പല റെസ്റ്റോറൻറ്റുകളിലും പല കൺവീനിയൻസ് സ്റ്റോർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ക്യാഷായിട്ട് ശമ്പളം കൊടുക്കുന്ന, അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റിലും ഇവരൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി അങ്ങനെ പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ഇപ്പം ഈ കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഇമിഗ്രേഷൻ, ഈ കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ മറ്റേ പഞ്ചാബിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ ഈ 3 സ്റ്റേറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരുന്നത്. അവരൊക്കെ ഏതാണ്ട് 10,000-15,000 ഡോളർ ചിലവാക്കിയിട്ടാണ് വരുന്നത്. ആദ്യം അത് കഴിഞ്ഞ് പ്ലെയിനിൽ ഫ്രാൻസിൽ എവിടെയോ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് പിന്നെ ആഫ്രിക്കയിൽ വരും. ആഫ്രിക്കയിൽ നിന്ന് ഗ്വാട്ടിമാലയിലോ അല്ലെ എൽസാൽവഡോറിലോ എവിടെയെങ്കിലും വരും. അവിടെ നിന്ന് പല രാജ്യങ്ങൾ കടന്നിട്ട് ട്രക്കിൽ ഒളിഞ്ഞും പാത്തും കിടന്നും, അതുപോലെ തന്നെ മെക്സിക്കോയിൽ കൂടെ വളരെ പേടിച്ചിട്ടാണ് ഇവരെ വരുന്നത്. കാർട്ടലിന് ഡ്രഗ് കാർട്ടലിന് ഏതാണ്ട് 3,000 തുടങ്ങി 7,000 ഡോളർ വരെ കൊടുത്തിട്ടാണ് അവർ ബോർഡറിൽ എത്തിക്കുന്നത്. ആ ബോർഡറിൽ എത്തിക്കുമ്പോൾ തന്നെ ഓരോ പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു കിറ്റ് കൊടുക്കുന്നതാണ് ഞാൻ വായിച്ചത്. അതായത് ബർത്ത് കൺട്രോൾ പിൽസും ഉണ്ട്. കാരണം പോണ വഴിക്ക് അവർ റേപ്പ് ചെയ്യപ്പെടാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബർത്ത് കൺട്രോൾ പിൽസ് വരെ കൊടുക്കും. അതുപോലെ തന്നെ അത്ര ഇൻസെക്യൂർ ആണ് ഈ യാത്ര എന്ന് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ ഇത്രയും പൈസയും ചിലവാക്കി ഇത്രയും അൺസെക്യൂർ ആയിട്ടുള്ള ഒരു വഴികളിലൂടെയാണ് ബോർഡറിലെത്തുന്നത്. ബോർഡറിലെത്തുമ്പോൾ അവിടെ ഒന്നിലെ ചെളി നിറഞ്ഞ തോടിക്കൂടെ നീന്തി കിടക്കണം, അതല്ലെങ്കിൽ മൂർച്ചയുള്ള ഫെൻസിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ തിക്കും ചെരിഞ്ഞ് അകത്തേക്ക് മറ്റേ ബോർഡർ കടന്നു വരണം. ഇത്രയധികം ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ഓരോരുത്തരും ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇത് വലിയൊരു കുറ്റമല്ല എന്നൊരു ധാരണയുണ്ട്. ഇത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ ഈ കുടിയേറ്റം എൻകറേജ് ചെയ്യുന്നുള്ളൊരു ധാരണയുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അനധികൃതമായിട്ടുള്ള ഈ കുടിയേറ്റം ഇത്രയധികം നമ്പറിൽ ഇത്രയധികം പെരുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, ഈ അനധികൃത കുടിയേറ്റവും ഒപ്പം തന്നെ ഈ കുറ്റകൃത്യവും അത് തമ്മിലുള്ള ഒരു ഒരു റിലേഷൻ, ഒരു കോറിലേഷൻ എത്രത്തോളം ഉണ്ടാകും? ഇപ്പോൾ ആദ്യത്തെ ബാച്ച് 104 പേരെ ആദ്യത്തെ C-17 പ്ലെയിനിൽ ഇന്ത്യയിലേക്ക് വിട്ടൊരു മിക്കവാറും ആളുകൾ തന്നെ ഈ എന്താ പറയുക, ഫൈനൽ ഓർഡർ ഫോർ റിമൂവൽ മറ്റേ ഓർഡർ കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ ഇവർ ട്രംപിന് മുമ്പ് തന്നെ ഡീറ്റൻഷനിലുള്ളവരാണ്. ഇവർ പലരും കുറച്ച് പേര് ഖാലിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻഫ്രാക്ഷൻസിൽ ഫെലണിയിൽ പിടിക്കപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ പലസ്തീനിയൻ മറ്റേ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പല കോളേജുകളിലും ഇവിടെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ആ പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് സത്യാഗ്രഹം പോലെ ചില സ്ഥലത്ത് കുറച്ച് വയലൻ്റായി ജൂയിഷ് സ്റ്റുഡൻസിനെ കടത്താതിരിക്കുക, അല്ലെങ്കിൽ അവരെ അടിക്കുക, അങ്ങനെ ഒത്തിരി ഇൻഫ്രാക്ഷൻസ് പല കോളേജ് ക്യാമ്പസിലും ഉണ്ടായി. അതിൽ പലരെയും അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പലരെയും വിട്ടു, മറ്റേ കസ്റ്റഡിയിൽ എടുക്കാതെ തിരിച്ചു വിട്ടു. അവരെയൊക്കെ അങ്ങനെ കുറച്ച് പേര് ഈ ഗ്രൂപ്പിലുണ്ട്. ഈ 104 പേരിൽ കുറച്ച് പേര് അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ട്. പലസ്തീനിയൻ ഹമാസ് ഹെസ്ബുള്ള സപ്പോർട്ടേഴ്സ് കോളേജ് ക്യാമ്പസിൽ ഇത് ചെയ്തിരുന്നത്. അവരൊക്കെ പലരും സ്റ്റുഡൻസാണ്. കുറച്ച് ഖലിസ്ഥാൻകാരുണ്ട്, കുറച്ച് മറ്റ് ക്രിമിനൽ ഒഫൻസ് ചെയ്തവരുണ്ട്. കുറച്ച് പേര് ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ അക്കമ്പനിയിങ് വിമൻ ആൻഡ് ചിൽഡ്രൻ വിത്ത് നോ ക്രിമിനൽ ഒഫൻസ്, ബട്ട് ദേ ആർ അക്കമ്പനിയിങ് ദ മെയിൽ വിത്ത് എ ക്രിമിനൽ ഒഫൻസ്. അപ്പോൾ ചുരുക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ കയ്യിൽ കിട്ടിയവരാണ്. പലർക്കും 2 പ്രാവശ്യം ഫൈനൽ ഓർഡർ ഓഫ് റിമൂവൽ കിട്ടിയവരാണ്. അത് 90 ഡേയ്സിന് ഐസിനെ സംബന്ധിച്ചിടത്തോളം, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 90 ഡേയ്സിലേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ 90 ഡേയ്സാണ് അവരുടെ വിൻഡോ ഇവരെ റിമൂവ് ചെയ്യാനായിട്ട്. മിക്കവാറും അത് സാധിക്കാറില്ല. അപ്പോൾ അവരെ വെറുതെ വിടും. മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ഈ ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷമാണ് ഈ അഭയാർത്ഥികളുടെ ഒരു റിമൂവലുമായി ബന്ധപ്പെട്ട് ഈ ഏലിയൻ എനിമി ആക്ട് അങ്ങനെ ഒരു വാക്കൊക്കെ ലോകത്തിലാകമാനം ഒരു പ്രചാരത്തിൽ വന്നത്. എനിക്കൊന്ന് 1789കളിലുള്ള ആ ഒരു നിയമം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ആ നിയമത്തിന്റെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ആ നിയമത്തിന്റെ ഒരു പ്രാധാന്യം അത് എന്താണ് എന്നതിനെ പറ്റി വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് പങ്കുവയ്ക്കാം. എനിക്ക് ആ നിയമത്തിനെ പറ്റി കൂടുതൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ രാജ്യ സുരക്ഷ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ പല പ്രവർത്തനങ്ങൾ. കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ പല ഇമിഗ്രൻസും പല ടെററിസ്റ്റ് അറ്റാക്കും ഒത്തിരി പേര് അനധികൃതമായിട്ട് ഇവിടെ കുടിയേറിയവരാണ്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഏലിയൻസ് ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് അക്രമം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ത്രട്ടൻ ആവുന്ന രീതിയിൽ പ്രവർത്തിക്കാനോ അനുവദിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കോംപ്രിഹെൻസീവ് ഇമിഗ്രേഷൻ ബിൽ ഇതിന് വളരെ ത്വരിത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും മറ്റേ അനധികൃത കുടിയേറ്റക്കാരെ ഡിപ്പോർട്ട് ചെയ്യാനുമുള്ള ഒരു കോംപ്രിഹെൻസീവ് ലോ പല പ്രാവശ്യമായിട്ട് കോൺഗ്രസ്സിലും സെനറ്റിലും കെട്ടിക്കിടക്കായിരുന്നു. അങ്ങനെ ഒരു ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലെല്ലാത്തിനും എളുപ്പമുണ്ടായിരുന്നേനെ. ആ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സ്
ഫൈനൽ കൺക്ലൂഷനിൽ എത്തിക്കാൻ പറ്റാത്ത കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അത് സെനറ്റിൽ ഈ കോംപ്രിഹെൻസീവ് ഇമിഗ്രേഷൻ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 60 സെനറ്റേഴ്സിൻ്റെ സപ്പോർട്ട് വേണം, അത് കമ്മിറ്റിയിൽ നിന്ന് പുറത്തു വരാനും ഫുൾ വോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 60 പേരുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ കോംപ്രിഹെൻസീവ് ഇമിഗ്രേഷൻ ലെജിസ്ലേഷൻ പാസ്സാവാണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപിന് പൂർവ്വകാല പല നിയമങ്ങളിലേക്കും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് ഉള്ള ആ വിധത്തിലുള്ള നിയമങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വന്നത് ഈ ഡിപ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ചുരുക്കത്തിൽ എനിക്കറിയാവുന്നത്. ഓക്കെ, നമ്മളിനി അമേരിക്കയിലെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് എന്നുള്ളൊരു കാര്യം അത് അദ്ദേഹം എടുത്ത് കളയുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം സുപ്രീം കോടതി അതിനെ റദ്ദ് ചെയ്യുന്നു, താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം അനിശ്ചിതകാലത്തേക്ക് അതിനെ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ഈ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അതൊരു തിരിച്ചടിയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അത് വീണ്ടും സുപ്രീം കോടതിയിലെത്തും. കാരണം അതിൽ വളരെ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് വാൾ സ്ട്രീറ്റ് ജേണലിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിൽ ട്രംപിൻ്റെ ഈ പോളിസീനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇവിടെ വന്ന് ഇഫ് യു ആർ ഗിവിങ് ബർത്ത് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രം എ ഫോറിൻ കൺട്രി, ആ സിറ്റിസൺഷിപ്പ് അലൗ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രൊവിഷൻ പണ്ടത്തെ സുപ്രീം കോടതിയിലെ ഡിസിഷനിൽ ഇഫ് യു ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ദാറ്റ് പേഴ്സൺ, ഇപ്പോൾ പ്രസവിക്കുന്ന അമ്മയുടെ മറ്റേ അമേരിക്കയിലെ ജൂറിസ്ഡിക്ഷൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മാത്രം ആണ് പ്രസവിക്കുന്ന കുഞ്ഞിന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുക. അപ്പോൾ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലോസ് അതിലുണ്ട്. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, പ്രീവിയസ് ഇൻ്റർപ്രിട്ടേഷൻ ആരിവിടെ ജനിച്ചു കഴിഞ്ഞാലും അമേരിക്കൻ സിറ്റിസൺ ആവാന്നുള്ളതാണ്. പക്ഷേ അത് കെയർഫുള്ളായിട്ട് ഇപ്പോൾ ലീഗൽ അനലിസ്റ്റൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൽ ആ ജൂറിസ്ഡിക്ഷൻ പാർട്ട് ഇത് കോടതി ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് വീണ്ടും സുപ്രീം കോടതിയിൽ വരും. വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ എഡിറ്റോറിയലിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ അത് വീണ്ടും സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രംപിന് അനുകൂലമായിട്ട് അതിന് വിധിയുണ്ടാവും. അപ്പോൾ പ്രസവിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് പ്രസവിച്ച് ആ കുഞ്ഞിനെ അമേരിക്കൻ സിറ്റിസൺ ആവുക എന്നുള്ളത് ഒരു പക്ഷേ അടുത്ത സുപ്രീം കോടതിയുടെ ഡിസിഷനോടുകൂടി അത് ക്ലാരിഫൈ ചെയ്യും. അതിന് ട്രംപിൻ്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിന് അനുകൂലമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വായന മറ്റേ വാൾ സ്ട്രീറ്റ് ജേണലിലെ എഡിറ്റോറിയൽ ബോർഡിനെ ബേസ് ചെയ്തിട്ടാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അമേരിക്കയിലേക്ക് വന്നിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, അവർ ജോലി ചെയ്തിരുന്നത് ഈ റെസ്റ്റോറൻറ്റ്സ് അതുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ്. അതായത് ഒരു അൺസ്കിൽഡ് ലേബറാണ്. നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു അവസ്ഥ നമുക്കറിയാം. അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭായിമാർ, അവർ കേരളത്തിൽ എന്താണോ ചെയ്യുന്നത് ഒരുപക്ഷെ അതിന് സമാനമായിട്ടുള്ള രീതിയിലായിരിക്കാം ഈ അമേരിക്കയിലേക്ക് വന്ന അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മാസീവ് ഡിപ്പോർട്ടേഷൻ അമേരിക്കയിൽ സംഭവിക്കുമ്പോൾ അമേരിക്കയിലെ ഒരു സാമൂഹിക സമ്പദ് വ്യവസ്ഥയെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഒരുപക്ഷെ കേരളത്തിലൊരു സുപ്രഭാതത്തിൽ ഈ അതിഥി തൊഴിലാളികളെല്ലാം അവരുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ അമേരിക്കയിൽ ആവർത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യതയുണ്ടോ? അമേരിക്കൻ എക്കോണമി ഈസ് സോ ബിഗ്. അപ്പോൾ അമേരിക്കൻ എക്കോണമീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോർട്ട് ടേമിലേക്ക് ചെറിയൊരു ഡിസ്റപ്ഷൻ വരാൻ സാധ്യതയുണ്ട് മാസീവ് ഡിപ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞാൽ. പലരും പറയുന്നത് സെൻട്രൽ അമേരിക്കയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസ് ആണ് ഇവിടുത്തെ മറ്റേ റൂഫിംഗ് ആവട്ടെ, ലാൻഡ്സ്കേപ്പിംഗ് ആവട്ടെ, ഒരുപാട് മറ്റേ സാധാരണ ലെവലിലുള്ള ജോലികൾ, വീട്ടുജോലികൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് കോസ്റ്റ് കുറച്ചത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ആ കോസ്റ്റ് കണ്ടെയ്ൻ ചെയ്തിരുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ പ്രസൻസ് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ബൈഡൻ്റെ സമയത്ത് ഒരു ഹാംബർഗറിന് $2.69 ഉണ്ടായിരുന്നത് $4.99 അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട്
കോസ്റ്റ് ഓഫ് ലിവിങ് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തു. ഇത്രയും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നിട്ടും ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ സംഗതി തത്വത്തിൽ ശരിയാണ്. കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നു താഴെ കിടയിലുള്ള ഒരുപാട് ജോലികൾ അവർ ചെയ്യും. അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് കാരണം അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കുറയും. പക്ഷേ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഒരു 30-ലേറെ ട്രില്യൺ ഡോളർ വരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. അതിൽ ഈ കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. അങ്ങനെ ചെറിയൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. അവസാനമായി ഒരു ക്വസ്റ്റ്യൻ. ഈ ട്രംപ് എടുക്കുന്ന ഈ ഒരു നിലപാട് നമ്മൾ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, നമുക്കറിയാം ഗാസ ഒരു സുഖവാസ കേന്ദ്രമാക്കും, അതിനെപ്പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ച ലോകത്തിലാകമാനം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനുവരി 20-ന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കയിലെ സാധാരണ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നുണ്ട്? ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ വരുന്നുണ്ടോ? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു നിലപാട് ഇത്തരം വിഷയങ്ങളിൽ എന്താണ്? ഇപ്പോൾ 2 ദിവസം മുമ്പ് CBS, അതൊരു ലിബറൽ മീഡിയ ആണ്, CBSൻ്റെ ഒരു പോൾ പ്രകാരം എഫിഷ്യൻസിയിൽ ജനങ്ങൾ 63% റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എനർജിയുടെ കാര്യത്തിൽ 69%. അപ്പോൾ പലതിനും 58% to 69% ആണ് ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ പെർഫോമൻസ് അവർ റേറ്റ് ചെയ്യുന്നത്. ഈ ഇമിഗ്രേഷനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ അമേരിക്കയിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചിടത്തോളം, പല ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എതിർപ്പുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നടക്കുന്ന ഡിപ്പോർട്ടേഷന് പുറമേ ഇപ്പോൾ നടക്കുന്ന ഗവൺമെൻറ്റൽ എഫിഷ്യൻസി, ഡോഷ്, ഇലോൺ മസ്കിൻ്റെ USAID എത്രമാത്രം അധിക ചെലവും അതുപോലെ തന്നെ ഫ്രോഡുലൻ്റ് എക്സ്പെൻഡിച്ചറുമാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറിയിൽ തന്നെ ഏതാണ്ട് ഒരു 27% വരെ ശരിക്കും വാലിഡേറ്റ് ചെയ്യാത്ത പേയ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അത് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ട്രംപ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംതിങ് ഈസ് വർക്കിംഗ് ആൻഡ് ഹീ ഈസ് എനർജറ്റിക്, ഹീ ഈസ് എഫിഷ്യൻറ്റ്. പക്ഷേ ചില ഇമിഗ്രേഷൻ ഡിപ്പോർട്ടേഷൻ ഏരിയയിൽ കുറച്ചൊരു എക്സസ് പോലെ തോന്നാമെന്നുണ്ടെങ്കിലും ജനറലി പീപ്പിൾ ആർ വിത്ത് ഹിം ആൻഡ് പീപ്പിൾ വാണ്ട് ടു വെയിറ്റ് ആൻഡ് സീ ഹൗ ഹീ ഈസ് ഡൂയിങ് ആൻഡ് ദേ ആർ റിയലി ക്യൂരിയസ് അബൌട്ട് how well he do. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇന്ത്യക്കാരുടെ ഒരു ഡിപ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പല ഒരു ലെഫ്റ്റ് ലിബറൽ മീഡിയാസും ഉയർത്തിവിടുന്ന ഒരു വാദഗതിയുണ്ട്. അമേരിക്കയിൽ ഇന്ത്യക്കാർ ഒരു 2ാം കിട പൗരന്മാരായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫ്രണ്ടാണ് ട്രംപ്, പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ തടയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാരോടുള്ള അമേരിക്കയുടെ മനോഭാവം ഇതാണ് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് വർഷങ്ങളായി അമേരിക്കയിൽ താമസിക്കുന്ന, അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ പൗരന്മാരോടുള്ള അമേരിക്കയുടെ ഒരു മനോഭാവം, അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? ട്രംപിൻ്റെ സമയത്ത്, അതിനു മുമ്പുള്ള സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം 42 വർഷമായിട്ട് ഞാൻ ഈ അമേരിക്കയിലുണ്ട്. പക്ഷേ പണ്ടത്തെക്കാളൊക്കെ അപേക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തൊക്കെ 1980s-ലും 90s-നൊക്കെ അപേക്ഷിച്ച് ഏറെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ, മറ്റേ ലുക്കിംഗ് ഡൗൺ അപ്പോൺ അസ്, അതില്ലാത്തൊരു സാഹചര്യമാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ടെക്നോളജി പ്രൊഫഷണൽസ് വന്നതിന് ശേഷം ഇന്ത്യക്കാരുടെ സ്റ്റാറ്റസ് വളരെയധികം വർദ്ധിച്ചു. ഫോർച്യൂൺ 100 കമ്പനീസിലെ ഏതാണ്ട് 27-30 കമ്പനികളിലെ CEOs തന്നെ ഇന്ത്യക്കാരാണ്. ഇതെല്ലാം പ്രൊഫഷണൽ ലെവൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, CEOs ഇവരെല്ലാവരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്റ്റീജ് ഉയർത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ
ഇന്ത്യക്കാരുടെ എണ്ണം പണ്ടത്തെക്കാളും വളരെയധികം, പണ്ട് 2 മില്യൺ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരിപ്പോൾ 6 മില്യൺ ഇന്ത്യക്കാർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി അവിടെ ഇവിടെയും ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ഒരു സംഭവങ്ങളെ മറ്റേ ബേസ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിലൊരു പെയിൻറ്റിങ് നടക്കില്ല. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇപ്പോൾ നാട്ടിലിപ്പോൾ ഇതൊരു വലിയൊരു ചങ്ങല വിട്ടു വന്നു, അതിൽ മറ്റേ അഭിമാനക്കേട്, ഇങ്ങനെ ഒത്തിരി വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആ വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ മലയാളികളും ഇന്ത്യക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതല്ലാതെ ഇവിടെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ന്യൂസേ അല്ല. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ട്സോ എൻ്റെ പല സർക്കിളിലോ ഇതിനെപ്പറ്റി യാതൊരു സംസാരവും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്കൻ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇമ്പാക്റ്റ്ഫുൾ അല്ല. പിന്നെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അറിയാം, എല്ലാ രാജ്യങ്ങളിലും ഈ ഡിപ്പോർട്ടേഷൻ വലിയൊരു വിഷയമായിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തിലെ തന്നെ ടോപ്പ് 10 ഡിപ്പോർട്ടേഴ്സിൽ ഇന്ത്യ 8ാം സ്ഥാനത്താണ് ഡിപ്പോർട്ടിങ്ങിൽ. ഏറ്റവും കഴിഞ്ഞ 2022 50% ഇൻക്രീസ് ഇൻ ഡിപ്പോർട്ടേഷൻസ് ബൈ ഇന്ത്യ. US ആണ് നമ്പർ 1, സൗദി അറേബ്യ ഇസ് നമ്പർ 2, പിന്നെ ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, ഇതെല്ലാം 25% ഇൻക്രീസ് ഇൻ ഡെപ്പോർട്ടേഷൻസ് എവറി ഇയർ. അപ്പോൾ ഈ ട്രെൻഡ് വളരെ മോശമാണ്. അനധികൃതമായിട്ട് കുടിയേറ്റക്കാർക്ക് ഉള്ളൊരു മുന്നറിയിപ്പാണ് ഇത്. ഇനി ഇത്രയും പൈസയും ചിലവാക്കി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ് ഇത്. ഇതിൻ്റെ ട്രെൻഡ് ഈസ് അഗെയിൻസ്റ്റ് ദം. എവറി കൺട്രി ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് ആൻഡ് തിങ്സ് വിൽ നോട്ട് ബി റിയലി ഈസി എനിമോർ. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോസഫ് മേലുകാരൻ. പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കുന്ന ആ ഒരു യഥാർത്ഥ സംഭവ വികാസങ്ങൾ, അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് വളരെ നന്ദി. അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസിന് നൽകിയതിന്. മറ്റൊരു വിഷയത്തിൽ വളച്ചു കെട്ടാതെയുള്ള ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.